എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. അപ്പോൾ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് പോകാം. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മുടെ സുധി അച്ഛനെക്കുറിച്ച് ഒരുപാട് അങ്ങ് പറയണം കേട്ടോ. അങ്ങേര് ഒരാൾ നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത്. അങ്ങേര് നിമിത്തമാണ് 50 ലക്ഷം രൂപ വെള്ളത്തിലായത്. അങ്ങേര് അയാൾക്ക് ജീവിക്കാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ സച്ചി ഉണ്ടല്ലോ എണീറ്റ് അത്രയും സമയം ക്ഷമിച്ചിരിക്കുകയായിരുന്നു. എണീറ്റിട്ട് സുധിയുടെ അടുത്തേക്ക് പോയിട്ട് സുധിയുടെ കയ്യിനെ പിടിച്ചങ്ങ് ഒടിച്ച് വെച്ച് കൊടുത്തിട്ട്, അതായത് വിരലിനെ പിടിച്ച് ഒടിച്ച് വെച്ച് കൊടുത്തു. അയ്യോ 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 എന്ന് സുധി അവിടെ കിടന്ന് വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറയുന്നത്, ഏതാ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്, ഇതെന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അതാ പറയുന്നത്, നീ കണ്ടില്ലേ ഇത്രയും സമയം, നീ കണ്ടില്ലേ നിൻ്റെ ഭർത്താവ് എൻ്റെ അച്ഛനെ പറ്റി പറയുന്നതൊക്കെ ഇത്രയും സമയം കേട്ടോന്നില്ല. അങ്ങേര് ഒരാൾ നിമിത്തമാണ് ഇതൊക്കെ സംഭവിച്ചത്. അച്ഛൻ്റെ 50 ലക്ഷം രൂപ വാങ്ങി തട്ടിക്കൊണ്ട് പോയി ഇവൻ നശിപ്പിച്ചതും പോരാ, ഇവൻ എന്തിനാണ് എൻ്റെ അച്ഛനെ പറ്റി അപമര്യാദ പറയുന്നത്. അപ്പോഴും നമ്മുടെ രേവതിയും പറയുന്നുണ്ട്, എന്തിനാണ് അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അച്ഛൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ഛൻ പറയുന്നത്, അച്ഛൻ ഇതെല്ലാം പഠിപ്പിച്ച് വലുതാക്കി എല്ലാം ചെയ്തിട്ട് അച്ഛനെക്കുറിച്ച് അച്ഛന് ജീവിക്കാൻ അറിയില്ലെന്നോ, ഇതെങ്ങനെയാണോ പറയാനുള്ളത് എന്നും കേട്ട് ശ്രീകാന്ത് കേട്ട്, ചേട്ടാ എന്തിനാ ചേട്ടാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി, അച്ഛനെക്കുറിച്ച് പറയുന്നത് നീ കേട്ടില്ലായിരുന്നു, എങ്ങനെ സഹിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീകാന്ത് ഒരു വിധത്തിൽ സച്ചിയെയും രേവതിയെയും വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പുറത്തിറങ്ങി വരുന്നുണ്ട്. പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് വിശക്കുന്നല്ലേ, നമുക്ക് വേറൊരു ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന് പറയാം. അപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല. അതെന്താ വിശപ്പില്ലാത്തത്, എനിക്ക് വേണ്ടാത്തതുകൊണ്ടാണ്, ഞാൻ അവിടെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അത് കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ കൊടുത്തില്ല. എന്നെ സഹതാപ കല്യാണം എന്ന് പറഞ്ഞില്ല, ആ സമയത്താണ് കൊടുക്കാനുള്ളത്. അത് ഞാൻ ആ സമയത്ത് അങ്ങ് സഹിച്ച് ക്ഷമിച്ച്. അപ്പോൾ എന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേദന ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, എനിക്ക് അച്ഛനെ പറഞ്ഞപ്പോഴങ്ങ് സഹിക്കാൻ പറ്റില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും സംസാരമൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുമ്പോൾ സുധിയും ശ്രുതിയും ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അമ്മയും അവിടെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നു, ഇതൊരു വല്ലാത്ത ചെയ്ത്തായി പോയല്ലോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാ മക്കളെ അവൻ ഉള്ള സ്ഥലത്ത് നിങ്ങൾ പോയി, അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ അമ്മ, ഇവൻ ആ റെസ്റ്റോറൻറ്റിലുണ്ട്, ഇവനെ ശ്രീകാന്ത് വിളിച്ചിട്ടുള്ള കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോവില്ല, ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ കൂടെ ഞങ്ങൾ പോവുമായിരുന്നു, നാണം കിട്ടവൻ്റെ കൂടെ ഞങ്ങൾ ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ സംസാരങ്ങളൊക്കെ അങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്രയ്ക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സച്ചിനെ ഒരു പൊടിക്ക് ഇഷ്ടമില്ല, രേവതിയെ അതിനേക്കാൾ ഇഷ്ടം. അപ്പോൾ രേവതി നിമിത്തമാണ് ഇതെല്ലാം വന്നത്, അവളെ കാര്യം സംസാരം പറഞ്ഞല്ലേ ഈ അടിയും വഴക്കും ഒക്കെ ഉണ്ടായത് എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങനെ നിൽക്കുകയാണ്. പ്രശ്നങ്ങൾ അങ്ങോട്ട് രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നു, നിൻ്റെ ഭർത്താവിനെ മര്യാദയ്ക്ക് ഇരുത്തിക്കൊള്ളണം, അവൻ കുടിയനാണ്, കുടിയനാണ്, അവന് കൾച്ചറില്ലാത്തവനാണെന്ന് നമ്മുടെ ശ്രുതി പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി നല്ല മാസ് ഡയലോഗ് അടിച്ച്, എൻ്റെ ഭർത്താവ് കുടിയനാണെങ്കിൽ അദ്ദേഹം സമ്പാദിച്ചുണ്ടാക്കുന്ന പൈസയ്ക്കാണ് കുടിക്കുന്നത്, നിൻ്റെ പൈസയ്ക്കോ ശ്രുതിയുടെ പൈസയ്ക്കോ എടുത്ത പൈസ എടുത്താണ് കുടിക്കുന്നത്, അദ്ദേഹം മാന്യമര്യാദയ്ക്കാണ് കുടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്ന് സച്ചി അങ്ങോട്ട് പറയുകയാണ്, എൻ്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, കേട്ടോണ്ടിരിക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇത് ചന്തക്കൂട്ടങ്ങളാണ്, ഈ ചന്തക്കൂട്ടങ്ങളുടെ ഒന്നും പറയാൻ പറ്റില്ല, ഇവരുടെ ഒരു കാര്യവും പറയാൻ പറ്റില്ല, വിവരമില്ല, വിദ്യാഭ്യാസം ഇല്ല, മൊത്തത്തിൽ ചന്തക്കൂട്ടങ്ങളാണെന്ന് രേവതിയെയും സച്ചിയെയും അങ്ങ് അഴിച്ചങ്ങ് പറയണം. ഈ സമയത്ത് നമ്മുടെ അച്ഛൻ അവിടെ കേട്ടുകൊണ്ടിരിക്കണം. അച്ഛൻ കണ്ടും കേട്ടും അങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്ക് അച്ഛൻ പ്രത്യക്ഷപ്പെട്ടു. അച്ഛൻ വന്ന് ചോദിച്ച്, നിങ്ങൾക്ക് കാണാമോ ഇങ്ങനെ ഒരാളിവിടെ നിൽക്കുന്നത് കാണാമോ, എനിക്ക് കണ്ണും ചെവിയും കേൾക്കാമെന്നറിയാമോ, എന്തിനാണ് നിങ്ങൾ എൻ്റെ വിഷയം ഇട്ടിട്ട് ഇവിടെ കിടന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെയൊക്കെ കുഴപ്പം, എൻ്റെ 50 ലക്ഷം രൂപ പോയത് അങ്ങ് പോട്ടെ, പിന്നെ എന്തിനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുന്നു, അങ്ങനെ പറഞ്ഞു കൊടുക്കും, മക്കളോട് പറഞ്ഞു എടി നീ ഒരു അമ്മയാണോ, നീ അല്ലേ ഇത് മനസ്സിലാക്കി കൊടുക്കുക, നീ ഒരു അമ്മയായിട്ടിരുന്ന് മര്യാദയ്ക്ക് ഇത് മക്കളെ നല്ല രീതിക്ക് പോകേണ്ട രീതിക്ക് നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ രവീന്ദ്രൻ അങ്ങോട്ട് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ സച്ചിയല്ലല്ലോ നമ്മുടെ ചന്ദ്ര ഒന്ന് മിണ്ടാതെ നിൽക്കുകയാണ്. തൻ്റെ ഭാഗത്തും കുറ്റമുണ്ടെന്നറിയാം, പിന്നെ എന്താ ചെയ്യുക എന്നുള്ള ഇതിൽ
അങ്ങനെ മാസ് ഡയലോഗ് എന്ന് വെച്ചാൽ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. അച്ഛൻ ഒരു വിധത്തിൽ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നാളെ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ളവരാണ്, ഞങ്ങളെയൊക്കെ കാലം കഴിഞ്ഞു പോയാൽ നിങ്ങൾ സഹോദരങ്ങളാണ്, സന്തോഷത്തോടെ അങ്ങനെ പറഞ്ഞ് ഒരുവിധമൊക്കെ അതൊക്കെ മാറി. ആ സമയത്തേക്കും നമ്മുടെ മേഡം ഉണ്ടല്ലോ വരുന്നുണ്ട്. മേഡം എന്ന് പറയുന്നത് ശ്രുതിയുടെ ഓഫീസിലെ മേഡം ആയിരുന്നു. ആ മേഡം വരുന്നുണ്ട്. മേഡം വന്നിട്ട് ഒരു പാഴ്സൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഹണിമൂൺ ട്രിപ്പിന് പോകാനുള്ളതാണ്. അപ്പോൾ നല്ലൊരു എപ്പിസോഡിലേക്കാണ് ഇനി അടുത്ത് വരുന്ന ഭാഗങ്ങൾ.